ബൈബിളിലൊക്കെ ഒരു കാര്യമുണ്ട്. യേശു ഒരു ഗൃഹത്തിൽ വരുമ്പോൾ 2 പെങ്ങന്മാരുണ്ടാകും വീട്ടില്ല. ഒരാളിങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുക. മറ്റാളെക്കുറിച്ച് പറയുന്നത് അയാളിങ്ങനെ കാൽപാദങ്ങളിരുന്നുള്ളതാണ്. എന്നിട്ട് ഈ തിരക്കിട്ടോടുന്ന ആള് ഈ കാൽപാദത്തിലിരിക്കുന്ന തൻ്റെ അനുജത്തെക്കുറിച്ച് ഇത്തിരി ഇൻടോളറൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, അവൾ ജീവൻ്റെ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ ജീവൻ്റെ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒത്തിരി അടരുകളുള്ള വ്യാഖ്യാനങ്ങളുള്ള ഒരു പാഠഭാഗമാണത്. ഈ കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചുകൂടി മുഴക്കമുണ്ട്. ഈ 3 ദിവസത്തെ കുറേ അധികം കാര്യങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല അംശം, ഏറ്റവും നല്ല ഭാഗം ഈ കലാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കടന്നുപോയ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ കാൽപ്പാദം ധരിക്കാനുള്ളത്. ഒരു ജസ്റ്റർ എന്ന നിലയിൽ പോലും അതിന് വലിയ പൊരുളുണ്ടാകും. എന്തുമാത്രം നമ്മളെ പ്രകാശിപ്പിച്ച, എന്തുമാത്രം നമ്മുടെ അനുഭവം കാട്ടിയ, നമുക്ക് മൂല്യമുണ്ടെന്ന് പറഞ്ഞു വന്ന പ്രിയപ്പെട്ട മനുഷ്യരാണ് ഈ വേദിയിലും ഈ കൂട്ടത്തിലുമൊക്കെ ആയിട്ടിരിക്കുന്നത്. ഞാനൊരു അധ്യാപകൻ്റെ മകനാണ്. അതിങ്ങനെ നാട്ടിൽ എനിക്കുള്ള എന്തെങ്കിലും ഒരു മേൽവിലാസം ആ അധ്യാപകൻ്റെ മോനെന്നുള്ളത് മാത്രമാണ്. അതിനെക്കുറിച്ച് മാത്രമാണ് ഒരു 55-ാം വയസ്സിൽ പോലും ഞാൻ അഭിമാനം കൊള്ളുന്നതും. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇത്തിരി അഹങ്കാരം വേണമെങ്കിൽ അത് മാത്രമാണ്. അപ്പോൾ സാത്വികരായ എൻ്റെ അപ്പനെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെ മുണ്ടുമടക്കി കുത്താത്തൊരു മാഷെന്നാണ്. ഇവനിങ്ങനെ പണ്ടത്തെ കാലത്ത് അധ്യാപന കണക്ക് ഇങ്ങനെ വെള്ളയും മാത്രം ധരിച്ചിരുന്ന ഒരാളായിരുന്നു. നമ്മുടെ ഒരു ഓർമ്മയിൽ ഈ മനുഷ്യൻ വീടിനകത്തോ പുറത്തോ നിരത്തിലോ ഒരിക്കലും ഈ മുണ്ട് ഇങ്ങനെ മടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് നാട്ടുവഴിയിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ ചേറ് പറ്റുന്ന ഈ വസ്ത്രമൊക്കെ അലക്കി കൊടുക്കേണ്ട ബാധ്യത അമ്മയ്ക്കുള്ളതുകൊണ്ട് അമ്മ ചിലപ്പോൾ പറയാറുണ്ട്, മുണ്ടിങ്ങനെ മടക്കി കുത്താൻ വേണ്ടിയുള്ളതല്ലേ. വളരെ കുറച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. അങ്ങനെ അപൂർവമായിട്ട് അപ്പം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം ഇപ്പോഴും ഓർമ്മയിൽ കിടക്കുന്ന ഇതാണ്, ഞാൻ അധ്യാപകനാണ്. വേറൊന്നും അതിനകത്ത് എക്സ്പ്ലനേഷൻ പറയുന്നില്ല. പക്ഷെ അത് എല്ലാത്തിനുമുള്ള ഉത്തരമാണ്, ഞാൻ അധ്യാപകനാണ്. തങ്ങളുടെ ജീവിതത്തോട് ഇത്തരം മനുഷ്യർ പുലർത്തിയിരുന്ന ഒരാത്മവിശ്വാസവും കുലീനതയും മാതൃകയാവേണ്ട ബാധ്യതയും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു ഗണം. അതുകൊണ്ട് തന്നെ സന്മാരോടൊക്കെ കൂടിയിരിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ എൻ്റെ അപ്പനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്. നിശ്ചയമായിട്ടും അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, തർക്കമില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് കുറഞ്ഞ പക്ഷം കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവെങ്കിലും ആലോചിച്ചെടുത്താൽ മനസ്സിലാകും, കാര്യമായിട്ട് പരിഗണനകളോ ശ്രദ്ധയോ കിട്ടാതെയൊക്കെ കുഞ്ഞുങ്ങൾ വളർന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് കാര്യമായിട്ട് മതിപ്പ് ആരെങ്കിലും കൽപ്പിച്ചു കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. മിക്കവാറും വീടുകൾക്കകത്ത് നിരന്തരമായ തർക്കങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീടിനകത്തും ഒരു അതൃപ്തിയോ ഒരു മെലങ്കോളി എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒരു വിഷാദം ഇങ്ങനെ വീടുകൾക്കകത്തുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല. കുറച്ച് ദാരിദ്ര്യത്തിന് പ്രശ്നമൊക്കെ ഉണ്ട്, കുറച്ചല്ല, കഠിനമായ ദാരിദ്ര്യമുണ്ട്, ജീവിതത്തിന് നെട്ടോട്ടങ്ങളുണ്ട്, എങ്ങും എത്തിത്തീരാത്ത കുറേ അധികം ബന്ധുക്കളുണ്ട്. എളുപ്പമായിരുന്നില്ല ഞങ്ങൾ കുട്ടിക്കാലം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഈ കിളിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കൂട്ടുകാർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തെങ്ങിനൊക്കെ മണ്ട പോയി കഴിയുമ്പോൾ ഈ മണ്ടയിൽ കൊണ്ടുപോയിട്ട് മാടത്തെ കൂട് കിട്ടും. ഇങ്ങനെ പൂച്ച വലിഞ്ഞു കയറുന്നതൊക്കെ വലിഞ്ഞു കയറി ആ മാടത്തേക്ക് എടുത്ത് കൂട്ടുകാർക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ ഈ കിളികളെ ഒന്ന് വീട്ടിൽ വളർത്താത്തതുണ്ട്, നിനക്ക് വീട്ടിൽ കിളിയില്ലേ? അപ്പോൾ അവൻ നിന്നെ കുറച്ചേരം നോക്കിയിരുന്നിട്ട് പറഞ്ഞു, എടാ കിളിയൊന്നും നമ്മുടെ ഒന്നും വീട്ടിൽ വാഴത്തില്ല. എന്താ കാര്യം? അതിനൊക്കെ നല്ല സമാധാനം വേണം.
ഇത് പറയുന്നത് ഒരു 10-20 വയസ്സുള്ള ഒരാളല്ല, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ മിക്കവാറും വീടുകളെക്കുറിച്ചുള്ള അസസ്മെൻ്റ് ആയിരുന്നു. കിളികൾക്ക് വളരാൻ പോലും പറ്റാത്ത വിധത്തിൽ സമാധാനവും സൗഹൃദമൊക്കെ ഇല്ലാത്ത വീട്ടന്തരീക്ഷങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്ന വിദ്യാലയമായിരുന്നു. അവിടെ നമുക്കെന്തോ പ്രസക്തി ഉണ്ടെന്നും നമുക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞു തന്ന അധ്യാപകരെ, വാസ്തവത്തിൽ ഞങ്ങളുടെ പാരൻറ്റിങ്ങിൽ സംഭവിച്ച എല്ലാ പാളിച്ചകളും എല്ലാ പിഴവുകളും ഏതെങ്കിലുമൊക്കെ അളവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മനുഷ്യൻ്റെ പേരായിരുന്നു ഞങ്ങൾ അധ്യാപകർ. അവർ നമുക്കൊരു പേരുണ്ടെന്ന് പോലും പറഞ്ഞു. വീടിനകത്ത് പലപ്പോഴും നമുക്ക് പേര് പോലും ഇല്ല. എടാ എടി എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ നോക്കുമ്പോൾ വളരെയേറെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് തോന്നാവുന്ന വിധത്തിലായിരുന്നു വീടിനകത്തൊക്കെ വിശേഷണം. അടുപ്പം കൊണ്ടെന്നൊക്കെ നമ്മളതിന് നീതീകരണം കൊടുക്കുമ്പോൾ പോലും അതിനകത്ത് കുഞ്ഞുങ്ങളോടുള്ള ഒരു അനാദരവ് കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അധ്യാപകർ നമ്മളെ പേര് വിളിച്ചു, കാണാത്ത കുട്ടിയെക്കുറിച്ച് ആകുലപ്പെട്ടു. 3-4 ദിവസമൊക്കെ ഒരു കുട്ടി ക്ലാസ്സിൽ കണ്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും വേറെ ചില കുട്ടികളെ ദൂതരായിട്ട് വിടും, പോയി കണ്ടെത്തിയിട്ടില്ല. ചുരുക്കത്തിൽ നമ്മുടെ ബാല്യത്തിൻ്റെ ഏറ്റവും പ്രസാദമുള്ളൊരു കാലഘട്ടം ഈ പള്ളിക്കൂടമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ട് സാറൊക്കെ സൂചിപ്പിച്ച കണക്ക് എന്ത് ഭംഗിയുള്ളൊരു സംഭവം സാറ് പറഞ്ഞു. ഇങ്ങനെ സാറിനെ ഒന്ന് വിഷയാൻ വേണ്ടി മാത്രം ഈ ബസ്സിൻ്റെ ഈ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അതിനുവേണ്ടി മാത്രം ഇന്ന് സീറ്റ് കണ്ടുപിടിക്കുക. ഇത് നമുക്ക് നന്നായിട്ട് കണക്റ്റാവും. കാരണം അക്കാലത്തിലൊക്കെ ഈ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇവരെ കാണുക, ഇവരോടൊപ്പമായിരിക്കുക, ഇവരും നല്ല വാക്ക് കേൾക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഒരു കലാലയത്തിൻ്റെ 75 വർഷം, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന 75 വർഷം അത്ര ചെറിയ കാര്യമല്ല. ആ ചെറിയ വലിയ കാര്യത്തിനിടയിൽ ഞാൻ ആവർത്തിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് ഇതാണ്. ഇവരുടെ കാൽപ്പാദങ്ങളിരിക്കുക, കാര്യമായിട്ടൊന്നും പറയണമെന്ന് പോലുമില്ല. അതുകൊണ്ടാണ് ഭാരതത്തിലിങ്ങനെ ഈ പാദപൂജ എന്നൊക്കെ പല സംഭവം വരുന്നത്. ചിലപ്പോൾ മതപരമൊക്കെ ആയിട്ടായിരിക്കും ഉപയോഗിക്കപ്പെടുന്നത്, പക്ഷെ അതിന് കുറച്ചുകൂടി സെക്കുലറായ വേഷമുണ്ട്. ഇങ്ങനെ ഒത്തിരി അനുഭവമുള്ള, ഒത്തിരി കരുണയുള്ള, ഒത്തിരി ജ്ഞാനത്തിൻ്റെ മൂലധനമുള്ള മനുഷ്യരുടെ കാൽപ്പാദങ്ങളിൽ വെറുതെ ഇരിക്കുക. നിശ്ചയമായിട്ടും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത്രയും കൗതുകം കൊടുക്കുന്ന ഒന്നും ഈ വേദി നടക്കുന്നില്ല. എന്നിട്ട് പോലും ഈ കുഞ്ഞുങ്ങൾ പുലർത്തുന്ന നിശബ്ദത പോലും അവരുടെ ഉള്ളിൽ പോലും ആ ബോധം പടരുന്നുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഈ ആചാര്യന്മാർ നമസ്കരിക്കാൻ വേണ്ടിയുള്ളൊരു ദിവസമാണ്. ബൈബിളിലൊരു കുഞ്ഞ് കാര്യമെന്ന് സൂചിപ്പിച്ചിട്ട് പതുക്കെ ഒന്ന് വൈൻഡ് ചെയ്യാം. ദൈവത്തിൻ്റെ അന്ത്യത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നമ്മൾ എന്ത് ഏകം കൊണ്ട് അളക്കാൻ പോകുന്നത്? യേശുവിൻ്റെ ഏകം ഉണ്ടായിരുന്നു. യേശു ഇങ്ങനെ പറയുന്നത്, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങളിതിനൊക്കെ എനിക്ക് ശമനം നൽകി. ഒരു 6 കാര്യങ്ങളാണ്: വിശപ്പ്, ദാഹം, നഗ്നത, അലച്ചിൽ, തടവറ, രോഗാതുരത. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഒടുവിൽ ചോദിക്കപ്പെടുന്ന, അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഒടുവിൽ ചോദിക്കപ്പെടുന്ന ചോദ്യമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അത് അധ്യാപകർ. അവരായിരുന്നു നമുക്കിതെല്ലാം കൃത്യമായ അളവിൽ നൽകിയത്. അറിവിൻ്റെ അപ്പം, അന്വേഷണത്തിൻ്റെ ദാഹം ശമിപ്പിച്ചവർ, നമ്മുടെ അപമാനങ്ങളിൽ നമ്മളെ പൊതിഞ്ഞു നിന്നവർ, ആരുടെയും പരിഹാസം നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. കൃത്യമായിട്ട് നമ്മൾ അനുഭവിച്ച എല്ലാ കൺഫൈൻമെൻറ്റിൽ നിന്നും, എല്ലാ തടവറിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിച്ചവർ, പലതരം നമ്മുടെ രോഗാതുരതകളെ തിരിച്ചറിഞ്ഞവർ, കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്ന 6 കാര്യങ്ങളുടെ മീതെയാണ് ദൈവവും പ്രകൃതിയും കാലവുമൊക്കെ തൃപ്തമാകുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ തൃപ്തിയുടെ വചസ്സുകൾ അധ്യാപകർക്ക് ആവശ്യപ്പെട്ടതാണ്. ഔറംഗസീബിനെക്കുറിച്ച് പറയുന്ന കണക്കാണ്. അയാൾ ഇങ്ങനെ തടവിലാകുമ്പോൾ
ഈ മനുഷ്യൻ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം മാത്രമായിരുന്നു, എനിക്ക് ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് കുഞ്ഞുങ്ങളെ തന്നാൽ മാത്രം മതി. ജയിലിൻ്റെ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ വാർദ്ധക്യത്തിൽ ഏകാന്തയൊന്നും അയാൾ അലട്ടിയില്ല. അയാൾക്ക് അകപ്പാടുള്ള ആവശ്യം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. പലയിടങ്ങളിലും ഈ ഒരു പഴങ്കഥ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: ലോകത്ത് ഏത് തൊഴിലിനകത്തും മനുഷ്യർക്കൊരു റിട്ടയർമെൻറ്റ് പോയിൻ്റ് ഉണ്ടാവും. അധ്യാപകനാവട്ടെ അതൊരിക്കലുമില്ല. ഓരോ നിമിഷവും അയാൾ ആരെയൊക്കെയോ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ആ പാദങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ജ്ഞാനഭിക്ഷുക്കളാണ്. ആ വാക്കാണ് ഭാരതം ഉപയോഗിക്കുന്നത്. ഏകദേശം 600 പേരുടെ ഇരിപ്പുണ്ട്. ഈ 600 പേരുടെ കൈവശവും ഒരു ചുരക്കാത്തുണ്ടുണ്ട്, ഒരു ബെഗിംഗ് ബൗളുണ്ട്. ആ ബെഗിംഗ് ബൗളുമായിട്ട് നടക്കുന്ന മനുഷ്യരെ വിളിക്കുന്ന വാക്കാണ് ഭിക്ഷുക്കൾ. ഈ ഇരിക്കുന്ന ജ്ഞാനഭിക്ഷുക്കളുടെ കുഞ്ഞുങ്ങളും മുതിർന്നവരുമൊക്കെ ആയ ആ ജ്ഞാനഭിക്ഷുക്കളുടെ ആ ഒരു ചുരക്കാത്തുണ്ടിലേക്ക് ഓരോരോ കാലത്ത് സുഹൃത്തുക്കളുടെ പൊന്നാണയങ്ങൾ നൽകിയ ഇങ്ങനെ ചൊരിഞ്ഞിട്ട് എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളെ നമസ്കരിക്കുന്നു. വിശേഷിച്ചും നേരത്തെ പറഞ്ഞ ഇങ്ങനെ അപ്പനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓർമ്മയാണ് ഇവർ ഓരോരുത്തരും നടത്തുന്നത്. അപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുക. അപ്പൻ ഒരു വർഷം ഇങ്ങനെ ജോലിക്ക് പോയിട്ടില്ല. അപ്പന് കുറച്ചൊരു മനസ്സിൻ്റെ ബുദ്ധിമുട്ട് വന്നു. ഒരു വർഷം ഒരു പഴയ കാലത്തിലൊക്കെ ഒരാൾ ജോലിക്ക് പോകാതിരിക്കുക എന്നുള്ളത്, അയാളുടെ ജോലി പോകുക എന്നുള്ളത് തന്നെയായിരുന്നു ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു വർഷക്കാലം സംഭവിച്ച കാര്യം ഇങ്ങനെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും അപ്പം പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഒരു പ്യൂൺ ചേട്ടനുണ്ട്, ലൂയിസ് എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒപ്പിടിപ്പിക്കും. ആ ലഡ്ജലിൽ വന്നിട്ട് ഒപ്പിടിപ്പിക്കുകയാണ്. ഈ 6 ദിവസം വന്നതിൻ്റെ ഒപ്പം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി കൃത്യമായിട്ട് സ്കൂളിലെ ക്ലർക്ക് കൊണ്ടുവന്നിട്ട് ശമ്പളം കൊടുക്കും. അപ്പം പഠിപ്പിച്ചിരുന്ന ക്ലാസ്സുകളിൽ മറ്റധ്യാപകർ തങ്ങളുടേതായ രീതിയിൽ അതൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് അവർ പഠിപ്പിച്ചു. അങ്ങനെ ഒരു വർഷം ജോലിക്ക് പോകാതിരുന്ന അപ്പൻ്റെ അഭാവം സ്കൂളിലും മേലധികാരികളുമൊക്കെ അറിയാതെ ഈ സഹാധ്യവർ മുമ്പോട്ട് കൊണ്ടുപോയി. എനിക്ക് പള്ളിക്കൂടത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ ഈ ഒരു സംഭവം മാത്രം ഓർമ്മ വരുന്നത്. ഞാനത്ര നല്ല വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. കൃത്യമായിട്ട് എന്തൊക്കെ പഠിച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ഒരു കൂട്ടം കരുണയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് സ്തുതിയായിരിക്കട്ടെ.